ഇന്നത്തെ ജാസ്മിൻ സിജോ അതുപോലെ അഭിഷേക് ഇവരൊക്കെ തമ്മിലുണ്ടായ വഴക്ക് ഓൾറെഡി നമ്മൾ ലൈവ് അപ്ഡേറ്റ് ചെയ്തതാണ്. ജാസ്മിൻ പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ, എന്താണ് സംഭവിച്ചത്? വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ജാസ്മിൻ അവിടെ ആരുമില്ല. ജാസ്മിന്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ നിന്ന് പോയി. മറ്റുള്ളവരെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ ജാസ്മിൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അവിടെ ഒരു റസ്മിനോ ഒരു ഗബ്രിയോ ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കില്ല, ഫയർ ആയിട്ട് അവിടെ നിന്നനെ. അത് ജാസ്മിൻ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കാൻ ജാസ്മിൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ആരെങ്കിലും കൂടെ വേണം, ഒരു ഫ്രണ്ടായിട്ട് എപ്പോഴും വേണം, എങ്കിലേ ജാസ്മിൻ ഫയർ ആയിട്ട് കളിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇതുപോലെ നിസാര കാര്യത്തിന് പോയിരുന്ന് കരയും. ഇപ്പോൾ ജാസ്മിൻ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ കുലുങ്ങിയിട്ടില്ല. ഇന്ന് എന്ത് സംഭവിച്ചിട്ടാണ് പോയിരുന്ന് കരയുന്നത്? കുറെ പേര് പറയുന്നുണ്ട് ജാസ്മിന്റെ ആക്ടിംഗ് ആണ്, അഭിനയിച്ചതാണ്. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഫിനാലെ നടക്കുന്ന സമയമല്ലേ, ഫിനാലെ അടുക്കുമ്പോൾ അഭിനയിക്കുന്നതാവാം, അല്ലെങ്കിൽ സെന്റിമെന്റ്സ് വോട്ടിന് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറയുന്നവരാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ പേഴ്സണലി എനിക്കിതൊരു അഭിനയമായിട്ടൊന്നും തോന്നിയില്ല. ഇത് ജാസ്മിന്റെ ദൗർബല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജാസ്മിൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓൾറെഡി ആ ടാസ്കുകളിൽ തന്നെ ജാസ്മിൻ ജയിച്ചിട്ടില്ല, കള്ളക്കളി കാണിച്ചു എന്നൊക്കെ പലരും പറയുമ്പോൾ തന്നെ ജാസ്മിൻ ഡൗൺ ആവുന്നുണ്ട്. ജാസ്മിൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, റസ്മിൻ പോയതിനു ശേഷം അർജുനുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചു, ശ്രീതുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചു, അഭിഷേകുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചു, സിജോയുമായിട്ട് കൂട്ടുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും ആ ഒരു ജാസ്മിനെ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുന്നില്ല. കാരണം അവരൊക്കെ തന്നെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്. അവർക്കൊന്നും തന്നെ ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമില്ല. മാത്രമല്ല ജാസ്മിൻ ഇത്രയും കാലം കളിച്ചത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം കളിച്ച് ഗബ്രിയോടൊപ്പം നിന്ന് റസ്മിനോടൊപ്പം ഒക്കെ നിന്ന് ഗെയിം കളിച്ച ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് അവർക്ക് വേണ്ടായിരിക്കും. അവരുടേതായ ഗെയിമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതായത് റസ്മിനോടും ഗബ്രിയോടും ഒക്കെ ജാസ്മിൻ ഉണ്ടായിരുന്ന ലെവൽ ഫ്രണ്ട്ഷിപ്പ് ഇവരാർക്കും തന്നെ അവിടെ വേണ്ട. അത് ജാസ്മിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടാസ്കിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു ഫൺ ടാസ്കുമാണ്. കുറച്ച് സീരിയസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ടും കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ്. ഫണ്ണായിട്ട് മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഇത് നമ്മൾ സീസൺ 4 കണ്ടൊരു ടാസ്ക് ആണ്. എങ്ങനെ വേണമെങ്കിലും അത് രാജാവിന് കളിക്കാം. ജിൻഡോ നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. ഇക്കൂട്ടത്തിൽ അതുകൂടെ പറയണം. ജിൻഡോ സൂപ്പറായിട്ട് കളിച്ചു. 5 ഗെയിമുകൾ വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ജയിച്ച ആളെന്ന നിലയിൽ പലരും എതിർത്തിട്ടും ജിൻഡോ ജാസ്മിന് അധികാരം കൈമാറി. ജാസ്മിൻ രാജാവായിട്ട് വരുന്നു. അപ്പൊ ജിൻഡോ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നെങ്കിൽ ജാസ്മിൻ ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള രാജാവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ജാസ്മിൻ ആ ശൈലിയിലാണ് അവിടെ പെരുമാറിയത്. അപ്പൊ അതുവരെ വന്നവരൊക്കെ വളരെ ലിബറൽ ആയിരുന്നു, ഫണ്ണായിരുന്നു. ജാസ്മിന്റെ ടോണും അല്ലെങ്കിൽ ആ സംസാരിച്ച ആ ഒരു ശൈലിയൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു. അത് പലർക്കും തുടക്കത്തിലേ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ചൊറിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാസ്മിൻ ഈ പറയുന്ന പോലെ ശ്രീധുവിനെയും അഭിഷേകിനെയും അടുത്ത് അനുചരന്മാരായിട്ട് നിർത്തുന്നു, മറ്റുള്ളവർക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സീരിയസ് രാജാവായിട്ട് മാറി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പണി കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. ജിൻഡോയുടെ അടുത്തുനിന്ന് അവർ തട്ടിപ്പറിച്ചില്ല. അവർ സായിയുടെ അടുത്തൊന്നും സീരിയസ് ആയിട്ട് തട്ടിപ്പറിക്കാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ അവർ തട്ടിപ്പറിക്കാൻ തീരുമാനിച്ചത് ജാസ്മിന്റെ ആ ഒരു അധികാരം ഉപയോഗിക്കുന്ന രീതി, ആ ശൈലി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായപ്പോഴാണ്. ജാസ്മിന്റെ അടുത്തുനിന്ന് സിജോ തട്ടിപ്പറിക്കുന്നു. ജാസ്മിന് സീരിയസ് ആവുന്നു. അത് പിടിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്നു. ആരും അത് ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആർക്കും ഈ പറയുന്ന താക്കോലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു ദണ്ടോ തട്ടിപ്പറിക്കാമെന്നുണ്ട് ടാസ്കിനകത്ത് ഇൻഡയറക്ട്ലി. അതുകൊണ്ടാണ് അത് പോയി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ രാജാവിന് നേരിടേണ്ടി വരുന്നത്. ദണ്ട് നഷ്ടമായാൽ അനങ്ങാൻ പറ്റില്ല. അവിടെ ജാസ്മിന് ആകെ ആവശ്യപ്പെടാൻ പറ്റുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണമെങ്കിൽ, എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ വിളിച്ച് എന്നെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറയാം. അത് അനുസരിക്കാൻ ഈ ടാസ്ക് റൂൾ അനുസരിച്ച് അവർ ബാധ്യസ്ഥരാണ്. എന്നാൽ ആ ദണ്ട് പിടിച്ചു വാങ്ങിക്കൊണ്ട് തരൂ എന്ന് പറയാൻ ജാസ്മിൻ ഓർഡർ ഇട്ടാൽ അതനുസരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത്തരം അധികാരം ജാസ്മിൻ ഇല്ല. സ്വന്തം ദണ്ടും സ്വന്തം മാലയും സംരക്ഷിക്കേണ്ടത് രാജാവാണ്. അത് കൈമോശം വന്നാൽ തീർച്ചയായിട്ടും അത് പോയത് തന്നെയാണ്. അപ്പോൾ അവിടെ ജാസ്മിൻ അഭിഷേകിനോട് ഉത്തരവിട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ശ്രീധുവിനോട് ഉത്തരവിട്ടു. ശ്രീധുവിന്റെ കയ്യിൽ അത് കിട്ടുന്നുണ്ട്, പക്ഷെ ശ്രീധു കൊടുക്കുന്നില്ല. അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഈ മാലയും കൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീധു അതിനെ ഫണ്ണായിട്ടാണ് എടുത്തത്. എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഈ മാല ഇട്ടുകൊണ്ട് ജാസ്മിൻ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ ഒരു ഫൺ സാധനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു. പക്ഷെ ജാസ്മിൻ കുറച്ചും കൂടെ അതിബുദ്ധിയായിട്ട് ചിന്തിച്ചു. എന്ന് വെച്ചാൽ ഈ മാലയും കൂടെ പോയി കഴിഞ്ഞാൽ ആ നിപ്പ് നിൽക്കേണ്ടി വരില്ലല്ലോ, രാജാവാവണ്ട. അങ്ങനെ എന്ത് ചെയ്തു, ഇത് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞു എനിക്ക് തന്നോ. അപ്പോൾ അഭിഷേകിന് എടുത്ത് കൊടുക്കുന്നു മാല. എന്നിട്ട് നടന്നു പോകാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ പറയുന്നു നടക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് സായിക്ക് അതിന് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് പറ്റില്ല, ഞാൻ പറയുന്നതൊന്നും നിങ്ങളാരും അനുസരിക്കുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ടാസ്കിന്റെ റൂൾ ഒന്നും അനുസരിക്കാൻ എനിക്കും പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു.
അപ്പോൾ ആ സമയത്താണ് ആ വഴക്കുകളെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് ആ വഴക്കിൽ ജാസ്മിന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. എന്തെന്നാൽ ഇന്നലെ സായി ഈ പറയുന്ന ദണ്ടും മാലയും ഒക്കെ ലോക്കറ്റും ഒക്കെ നഷ്ടമായിട്ട് സായി ഇവർ ജയിലിൽ കൊണ്ടിടുന്നുണ്ട്. ജയിലിലിട്ടതിന് ശേഷം സായി സംസാരിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇട്ടതിന് ശേഷം സായി അനങ്ങുന്നുണ്ടായിരുന്നു, അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ഓടാൻ ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ ജയിലിനകത്ത്. ബട്ട് എന്നാലും അതിനകത്ത് സായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജാസ്മിൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ജാസ്മിനോട് ഇവർക്കും വേണമെങ്കിൽ കുറച്ച് ഫണ്ണായിട്ട് ജാസ്മിന്റെ പ്രവൃത്തികൾ എടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ മറ്റുള്ളവരും സീരിയസ് ആയി, ജാസ്മിനും സീരിയസ് ആയി. അപ്പോൾ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന ഫൺ എലമെന്റ് ടാസ്കിൽ നിന്ന് നഷ്ടമായി. അതിനുശേഷം പിന്നീട് ജാസ്മിൻ ഒരു സൈഡിൽ പോയിരുന്ന് കരയുന്നു വഴക്കിന് ശേഷം. അപ്പോൾ ശ്രീതു ആശ്വസിപ്പിക്കാൻ പോകുന്നു, അവിടെ ഇരുന്ന് വീണ്ടും സിജോയുമായിട്ട് വഴക്കിടുന്നു. അപ്പോൾ ഇതിനകത്ത് സിജോയെ കുറ്റം പറയാൻ പറ്റില്ല. സിജോ കളിച്ചത് സിജോയുടെ ടാസ്ക്കാണ്. ടാസ്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദണ്ട് തട്ടിപ്പറിക്കാം, മാല തട്ടിപ്പറിക്കാം. ഇപ്പൊ രാജാവിനെ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും അതിനകത്ത് നിൽക്കാം ടാസ്കിനകത്ത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ജാസ്മിൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം എത്രയേ ഉള്ളൂ, ഗബ്രിയോ അല്ലെങ്കിൽ റസ്മിനോ പോലെ ഒരു സുഹൃത്ത് അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ചിലപ്പോൾ തിരിച്ചു വെച്ചനെ. കാരണം ജാസ്മിൻ അത്രയും ധൈര്യം അങ്ങോട്ട് കയറി വരും. ജാസ്മിന് സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോഴുള്ള ജാസ്മിന്റെ ദൗർബല്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനകത്ത് ജാസ്മിനെയും തെറ്റു പറയുന്നില്ല, അവിടെയുള്ള മത്സരാർത്ഥികളെയും തെറ്റു പറയുന്നില്ല. അതിന്റെ കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ന്യായങ്ങൾ പറയാനുണ്ട്. ജാസ്മിൻ്റെതായ ന്യായങ്ങളുണ്ട്, അതിൽ കുറച്ചൊക്കെ കഴമ്പുണ്ട്. അതുപോലെ മറ്റുള്ളവർ കളിച്ചത് ഗെയിമാണ്, ആ ഗെയിം അവരുടേതായ പെർസ്പെക്റ്റീവിൽ അവർ കളിക്കാൻ ശ്രമിച്ചു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കണക്റ്റ് ആയില്ല. അത് ആശയപരമായ വ്യത്യാസങ്ങളും പരസ്പരം ഉള്ളിൽ കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യവും ഒക്കെയാണ് അതിന്റെ കാരണം. എല്ലാവർക്കും അതുണ്ട്. അഭിഷേകിനോട് ജാസ്മിനും, ജാസ്മിനോട് അഭിഷേകിനുമുണ്ട്. സിജോയോട് ജാസ്മിനും, ജാസ്മിനോട് സിജോയ്ക്കുമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിൽ ഇത് കിടക്കുമ്പോൾ അത് പുറത്തു വരും. അത് നമ്മുടെ മുടിയന് ജാസ്മിനോടും, ജാസ്മിന് മുടിയനോടുമുണ്ട്. നോറയ്ക്ക് ജാസ്മിനോടും, ജാസ്മിന് നോറയോടുമുണ്ട്. പല സമയങ്ങളിലായി ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിട്ടുള്ള വഴക്കുകളിൽ അത് അവശേഷിക്കുന്ന ഉള്ളിൽ കിടക്കുന്ന കരടാണ് പുറത്തു വരുന്നത് ചില സമയങ്ങളിൽ. അപ്പൊ ജാസ്മിൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ സൗഹൃദങ്ങൾ കാര്യമായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ജാസ്മിന്റെ പല സമയത്തുമുള്ള മുൻകാലങ്ങളിൽ ഉണ്ടായ പെരുമാറ്റം, ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം, ദേഷ്യം, വാചകമടി, വായിൽ തോന്നിയത് വിളിച്ചു പറയൽ, ഇതൊക്കെ കാരണം അവർക്ക് ജാസ്മിനോട് ഭയങ്കര ദേഷ്യമാണ് പലർക്കും. അവരെ അതുകൊണ്ട് തെറ്റു പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ഇപ്പോൾ ജാസ്മിൻ സംസാരിക്കുന്നത് പോലെ ശ്രീതു അവിടെ ആരോടും വഴക്കുണ്ടാക്കുകയോ അങ്ങനെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ ആർക്കും ശ്രീതുവിനോട് പ്രശ്നമില്ല. സിജോ ആ തരത്തിൽ ആരോടും സംസാരിച്ചിട്ടില്ല, സിജോയുടെ ആർക്കും പ്രശ്നമില്ല. അഭിഷേക് ആ തരത്തിൽ സംസാരിച്ചിട്ടില്ല, ഋഷി സംസാരിച്ചിട്ടില്ല, ഈ പറയുന്ന ജിൻഡോ സംസാരിച്ചിട്ടില്ല. അപ്പൊ ജാസ്മിനാണ് വയലന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജാസ്മിനോട് എല്ലാവർക്കും ചെറിയ കലിപ്പുണ്ട് അവിടെ. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് റിയലായിട്ട് തന്നെ തോന്നിയതാണ്. പക്ഷെ അതിനകത്ത് ജാസ്മിൻ കൂടി ചെയ്ത പ്രവൃത്തികൾ അതിനകത്തൊരു കാരണമായിട്ടുണ്ട്. ഇന്ന് ജാസ്മിൻ ഒറ്റയ്ക്കിരുന്ന് കരയാൻ കാരണം വേറെ ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കില്ല, പലരെയും അവിടെ കരയിപ്പിച്ചേനെ. അപ്പൊ അതിനുള്ള സ്ട്രെങ്ത് അവർക്കുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ജാസ്മിൻ സത്യം പറഞ്ഞാൽ പ്രൂവ് ചെയ്തത്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വഴക്ക് നടന്നത് അത് യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.